ശരി, ഡോക്ടർ ജിൻഡോ, ഈ കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ, അതായത് അതിപ്പോ അതിരപ്പള്ളിയിൽ നടന്നു, കുറച്ച് മുമ്പ് ആറളത്ത് നടന്നു, അതിനു മുൻപ് വയനാട്ടിൽ ഈ കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്ന രാധയെ കടുവ കടിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലവും ജനവാസത്തിന് യോഗ്യമല്ലാത്ത, അല്ലെങ്കിൽ അത് സുരക്ഷിതമായ ജനവാസത്തിന് യോഗ്യമല്ലാത്ത തരത്തിലേക്കുള്ള ഒരു അപകട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, വനവകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് ഏത് ആക്ഷൻ എടുക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട തടസ്സം എന്നാണ്. സർക്കാരിന്റെ ഈ വാദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? 72 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, അതിനുശേഷം കേന്ദ്രവും അതുപോലെ തന്നെ വനം വന്യജീവി വകുപ്പുമൊക്കെ പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെ തന്നെ നിലവിലെ കേരളത്തിന്റെ ഈ അപകട സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമായിട്ട്, ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരുന്നു. സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഗോപീകൃഷ്ണ, ഇതിൽ നമ്മൾക്ക് സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ എന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒന്ന്, എല്ലാ വന്യജീവി അക്രമങ്ങളും ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മറ്റു മന്ത്രിമാരായിക്കോട്ടെ, അവരെ പിന്തുണയ്ക്കുന്ന ആളുകളായിട്ട് പറയുന്നത് ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് 1972 വനം വന്യജീവി സംരക്ഷണ നിയമമാണ് അത്രേ. ഞാൻ ചോദിക്കട്ടെ, ഈ വനാതിർത്തിയിൽ ഫെൻസിങ് ഇടുന്നതിന് ഈ നിയമം തടസ്സമാണോ? വനാതിർത്തിയിൽ കിടങ്ങുകൾ ഉണ്ടാക്കുന്നതിന് ഈ നിയമം തടസ്സമാണോ? വനാതിർത്തിയിൽ വരുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഈ നിയമം തടസ്സമാണോ? അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടുപ്രദേശത്തേക്ക്, കർഷകരുടെ ഭൂമിയുടെ അടുത്ത പ്രദേശത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് കർഷകരെ അറിയിക്കുന്നതിന് ഈ നിയമം തടസ്സമാണോ? ഇതൊന്നും തടസ്സമല്ലല്ലോ. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള വന്യജീവി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ള ഫണ്ടിൽ നിന്ന് 50% പോലും ചെലവഴിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം 1972 നിയമമാണോ? അല്ലല്ലോ. ഇനി ഒരു കാട്ടാനയുടെയോ മറ്റേതെങ്കിലും വന്യജീവിയുടെ അക്രമത്തിൽ ആ പ്രദേശത്തെ കർഷകരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ആദിവാസികളായിട്ടുള്ള അക്രമത്തിൽ പെടുമ്പോൾ അവിടേക്ക് ഓടിയെത്താനുള്ള വനം വകുപ്പിന്റെ ജീപ്പിന് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഈ പറഞ്ഞ നിയമത്തിന്റെ പോരായ്മ കൊണ്ടല്ലല്ലോ. അപ്പൊ ഈ സർക്കാരിന്റെ ഒരു പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാത്തിൻ്റെയും കാരണം കേന്ദ്രമാണ്, കേന്ദ്ര നിയമമാണ്, കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്നത് ഒരു സ്ഥിരം പരിപാടിയും പല്ലവിയുമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് മാറണം. ഇനി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മരണപ്പെട്ട ഒരു മാനു എന്ന് പറഞ്ഞൊരു ആദിവാസി യുവാവിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അതിൽ 9,500 മാത്രമാണ് കൊടുത്തത്. ബാക്കി കൊടുക്കാനായിട്ട് രേഖകൾ ഇല്ല എന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയ വാർത്തകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കേന്ദ്രം വന്യജീവി നിയമം തടസ്സമാണോ? അപ്പോൾ അനുഭാവപൂർവ്വമായിട്ട്, അനുകമ്പയോടെ ഈ ആദിവാസികൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയോര കർഷകരുടെ ആയിക്കോട്ടെ, പ്രവർത്തിക്കാൻ സംസ്ഥാനത്തെ സർക്കാരിന് താല്പര്യമില്ല. വനം വകുപ്പ് മന്ത്രി ശരിക്കും പറഞ്ഞാൽ വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഒരു പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഇന്നും ഞെട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ അപകടം നടക്കുമ്പോൾ ഞെട്ടുന്നതാണ്. ഇപ്പോൾ പറയുന്നു കാട്ടാനയുടെ അക്രമത്തിലാണോ ഇന്ന് അതിരപ്പള്ളിയിൽ ആളുകൾ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടത്രേ. എന്തായാലും ആന ആക്രമിക്കുമ്പോൾ അല്ലാതെ അണ്ണാൻ ഓടി വരുമ്പോൾ നാട്ടുകാർ ഓടി രക്ഷപ്പെടുകയും, അല്ലെങ്കിൽ അണ്ണാന്റെ അക്രമത്തിൽ മനുഷ്യർ മരണപ്പെട്ടതായിട്ട് നമ്മൾ ഇതവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ വനത്തിനകത്ത് ഈ അക്രമം നടന്നു. ഇനി വനത്തിന് പുറത്തായിക്കോട്ടെ, വനാതിർത്തിയിലൂടെയുള്ള റോട്ടിലായിക്കോട്ടെ, ഈ അക്രമങ്ങൾ നിരന്തരം വരുമ്പോൾ ഇതിൽ എത്രത്തോളം ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല. ഓരോ അപകടം വരുമ്പോഴും ഒഴിവുകഴികൾ പറഞ്ഞുകൊണ്ട് മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥരും ഒഴിഞ്ഞു പോകുന്നതല്ലാതെ താൽക്കാലികമായിട്ട് ആ സ്ഥലത്ത് നിന്ന് ആ ശവശരീരം അവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതല്ല. ഈ വയനാട്ടിലെ സംഭവം ഉണ്ടായിരുന്നപ്പോൾ വനം വകുപ്പ് ഒരു 10 ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ ഒരു നിർജീവാവസ്ഥയിലാണെന്നാണോ ഡോക്ടർ ജിൻഡോ താങ്കൾ പറഞ്ഞത്? ഈ ആക്ഷൻ പ്ലാൻ ഒന്നും നടപ്പാക്കപ്പെടുന്നില്ല. ഇപ്പോൾ എസ്റ്റേറ്റ്, ഉദാഹരണത്തിന് പ്രവർത്തനരഹിതമായി കിടക്കുന്ന എസ്റ്റേറ്റുകൾ, അവിടുത്തെ അടിക്കാടുകൾ, അത് വെട്ടാതെ കിടക്കുന്നത്, അത് വൃത്തിയാക്കാതെ കിടക്കുന്നത് ഈ കടുവയ്ക്കും പുലിക്കും ഒക്കെ വന്ന് ഒളിച്ചിരിക്കാനുള്ള ഇടങ്ങളായിട്ട് അത് മാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വെട്ടിത്തളിക്കുന്ന ഉൾപ്പെടെ 10 ആക്ഷൻ പ്ലാനുകൾ പ്രഖ്യാപിച്ചിരുന്നു വനം വകുപ്പ്. അന്നത്തെ സംഭവങ്ങളൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ വളരെ ഒരു നിർജീവാവസ്ഥയിൽ കിടക്കുന്നു എന്ന ആരോപണമുണ്ടോ പ്രതിപക്ഷത്തിന്, ഡോക്ടർ ജിൻഡോ താങ്കൾക്ക്?
തീർച്ചയായിട്ടും ഗോപി, ഇതിൽ ഏത് ആക്ഷൻ പ്ലാൻ അനുസരിച്ചിട്ട് എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നല്ല ഈ സർക്കാരും സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസികൾ എടുത്ത് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് ഈ വന്യജീവികളുടെ എണ്ണം പെറ്റുപെരുകുന്നതിനെതിരെ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ എന്തോ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ലാതെ പോകുന്നത്. അപ്പോൾ വന്യജീവികളുടെ പ്രയോറിറ്റിക്ക് കൊടുക്കുന്ന അതിന് കൊടുക്കുന്ന പ്രയോറിറ്റി പോലും സാധാരണ മനുഷ്യർക്കില്ലാതെ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് വനം വേണം, വന്യജീവി വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുമാണ്. പക്ഷെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് ഒക്കെ വേണ്ടേ? ഇതിനൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണ്ടേ? ഇത് മനുഷ്യർ മാത്രം നിരന്തരം ആക്രമിക്കപ്പെടുക. ഇപ്പോൾ കാടിനകത്തേക്ക് ഒരാൾ കയറിയാൽ ഉണ്ടാകുന്ന നിയമം കാടിന് പുറത്തേക്ക് ഈ കർഷകരുടെ ഭൂമിയിലേക്ക് വരുന്ന വന്യജീവികൾക്കെതിരെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റാത്തത്? അപ്പോൾ അതൊക്കെ കുറേ പ്രശ്നമുണ്ട്. ഇത് ഈ അഡ്രസ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനും ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പ്രദേശത്തൊക്കെ ആന വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, ഇതിനെല്ലാം പരിഹാരം ചെയ്യാമെന്ന് പറയുന്നു. ആർക്കും ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. കർഷകർ വീണ്ടും കടമെടുക്കുന്നു, പലിശയ്ക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ വട്ടി പലിശയ്ക്ക് എടുക്കുന്നു, അവർ കൃഷി ഇറക്കുന്നു, വീണ്ടും നഷ്ടം വരുന്നു, അത് സഹിക്കുന്നു, അവർ പരാതി പറയുന്നു. ആരെങ്കിലും മരണപ്പെടുമ്പോൾ പരാതി പറയുന്നു, അപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ ചെക്ക് കൊടുക്കുന്നു, ഈ ചെക്കെല്ലാം ബൗൺസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം പോകുന്നു. ഇവർ 10 ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ 5 ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കും, ഇതൊന്നും നടപ്പാകില്ല. ഇവർ നേരത്തെ അറിയിക്കും എന്ന് പറയും, ഒന്നും അറിയിക്കുന്നില്ല. ആളുകൾ മരണപ്പെട്ടാൽ പോലും അവിടെ എത്താനായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ല. അവരുടെ ആശങ്കയ്ക്ക് മറുപടി പറയാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ല. ഇനി ഒരു അപകടം നടക്കുന്നവർക്ക് ഫോറസ്റ്റിന്റെ ജീപ്പ് എത്താൻ പറ്റുന്നില്ല. ആ പ്രദേശത്തൊന്നും റോഡിൽ വഴിവിളക്ക് ഉണ്ടാകുന്നില്ല. മറ്റൊരു സംവിധാനവും ഇല്ല. എന്നിട്ട് മരണപ്പെടുമ്പോൾ പറയുകയാണ് അത് വന്യജീവികളുടെ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതിന് 1972 നിയമമാണെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മറുപടിയാണ്. അത് ഇനിയും പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, പറ്റിക്കരുത്.